അടുത്ത ടോപ്പിക് മൊബിലിറ്റിയാണ്. നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് മൊബിലിറ്റി. അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിമ്പലാണ്. എന്താണ് മൊബിലിറ്റി? ഡ്രിഫ്റ്റ് വെലോസിറ്റി കിട്ടണമെങ്കിൽ ഇലക്ട്രോൺസിന് ഡ്രിഫ്റ്റ് വെലോസിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം. യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഡ്രിഫ്റ്റ് വെലോസിറ്റി ഒരു ഇലക്ട്രോണിന് കിട്ടും? അതാണ് മൊബിലിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ. കൃത്യമായി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നോക്കാം എന്താണ് മൊബിലിറ്റി. ദ മൊബിലിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി അക്വയർഡ് ബൈ ഇറ്റ് ഇൻ എ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് 1 ന്യൂട്ടൺ പെർ കൂളം. അതാണ് യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. 1 ന്യൂട്ടൺ പെർ കൂളം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിന് എത്രത്തോളം ഡ്രിഫ്റ്റ് വെലോസിറ്റി അക്വയർ ചെയ്യാൻ പറ്റും? ആ എമൗണ്ട് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് ആ ഇലക്ട്രോണിൻ്റെ മൊബിലിറ്റി. ഇക്വേഷൻ ഇങ്ങനെയാണ്: മ്യൂ ഇസ് ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ്. അല്ലെങ്കിൽ മൊബിലിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി അക്വയർഡ് ബൈ ഇറ്റ് when we apply a unit electric field. Mu is equal to Vd divided by E. ഇനി mu is equal to ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ നെഗറ്റീവിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂവെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ E ഡിവൈഡ് ബൈ എം ഇൻറ്റു ടോ ആണ്. ഒരു ഡിവൈഡഡ് ബൈ ഇ ഉണ്ട്, അതും ഞാനവിടെ ഇട്ട് കൊടുത്തു. ഇ സ്മോൾ ലെറ്റർ ഇ ഇൻറ്റു ക്യാപിറ്റൽ ഇ ടോ ഹോൾ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ഇ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനെ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി മൊബിലിറ്റിക്കൽ ഇക്വേഷൻ എങ്ങനെ വരും? ഇ ഇൻറ്റു ടോ ഹോൾ ഡിവൈഡഡ് ബൈ എം. ഇവിടെ ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ റിലാക്സേഷൻ ടൈമുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷനുണ്ട്. മൊബിലിറ്റി ഈക്വൽ ടു സ്മോൾ ലെറ്റർ ഇ ഇൻറ്റു ടോ ഹോൾ ഡിവൈഡഡ് ബൈ എം. ഇതിൽ നോക്കൂ, ഇ എന്ന് പറയുന്നത് എന്താണ്? ചാർജ് ഓഫ് എൻ ഇലക്ട്രോണാണ്. അത് കോൺസ്റ്റൻ്റ് ആണ്. റിലാക്സേഷൻ ടൈം അത് 2 സക്സസീവ് കൊളീഷൻ്റെ ഇടയിലുള്ള ആവറേജ് ടൈമാണ്. അത് വേണമെങ്കിൽ മാറാം, ടെമ്പറേച്ചർ അനുസരിച്ച് വേണമെങ്കിൽ മാറാം. അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് പാരാമീറ്റേഴ്സിനനുസരിച്ചും വേണമെങ്കിൽ ഈ ഒരു റിലാക്സേഷൻ ടൈം മാറാം. ഡിവൈഡ് ബൈ എം ആണ്. ഇലക്ട്രോൺ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എം ആരുടെ മാസ്സായിരിക്കും? ഇലക്ട്രോണിൻ്റെ മാസ്സായിരിക്കും. അതായത് ഇ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയും ഡിനോമിനേറ്ററിൽ കിടക്കുന്ന എം എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയും ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ അവിടെ മാറാവുന്നത് റിലാക്സേഷൻ ടൈമാണ്. അപ്പോൾ മൊബിലിറ്റിയും റിലാക്സേഷൻ ടൈമും ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഇനി അതിൻ്റെ യൂണിറ്റ് നമുക്കൊന്ന് നോക്കാം. മൊബിലിറ്റി ഒരു ക്വാണ്ടിറ്റിയാണ്, അതുകൊണ്ട് തന്നെ അതിനൊരു എസ് ഐ യൂണിറ്റ് ഉണ്ടായിരിക്കും. നോക്കാം. എസ് ഐ യൂണിറ്റ് എം സി n raised to minus 1 second raised to minus 1. എന്താണ് m, എന്താണ് c, എന്താണ് n, എന്താണ് s? s ഓൾറെഡി പറഞ്ഞു, സെക്കൻഡ് ആണ്. നമുക്ക് നോക്കാം ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് നമുക്ക് നോക്കാം. ഓരോ ലെറ്റേഴ്സും എന്തിനെയൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യമായി ഈ ഇക്വേഷനിലേക്ക് തിരിച്ചു പോകാം. വി ഡി ഡിവൈഡഡ് ബൈ ഇ. വി ഡി എന്ന് പറയുന്നത് എന്താ? ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് വെലോസിറ്റി. അതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഞാനതിനെ എങ്ങനെ എഴുതുകയാണ്? മീറ്റർ സെക്കൻഡ് റേസ് ടു -1 എന്ന് എഴുതുക, ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളമാണ്. അതായത് ന്യൂട്ടൺ കൂളം റേസ് ടു -1. ന്യൂട്ടൺ പെർ കൂളത്തിനെ ന്യൂട്ടൺ കൂളം റേസ് ടു -1 എഴുതി. ഇനി ഈ ഡിനോമിനേറ്റർ ഞാൻ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? മീറ്റർ അവിടെയുണ്ട്, സെക്കൻഡ് റേസ് ടു -1 അവിടെയുണ്ട്. ന്യൂട്ടനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ന്യൂട്ടൺ റേസ് ടു -1 വരും. കൂളം റേസ് ടു -1നെ ഞാൻ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് കൂളമായിട്ട് മാറും. കൂളം. ഇനി ഈ മൈനസ് ഉള്ള ആൾക്കാരെയൊക്കെ ഞാൻ അവസാനം എഴുതുന്നു, സെക്കൻഡിനെ ഏറ്റവും അവസാനം എഴുതുന്നു. എങ്ങനെ വരും? എം സി n റേസ് ടു -1 s റേസ് ടു -1. ഇനി നിങ്ങൾക്ക് സുഖമായി പറയാം ഓരോ ലെറ്റേഴ്സ് എന്തൊക്കെയാണ്. എം എന്ന് പറയുന്നത് മീറ്റർ ആണ്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളം ആണ്, എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺ ആണ്, എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡുമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മൊബിലിറ്റിയുടെ യൂണിറ്റ് മീറ്റർ കൂളം ന്യൂട്ടൺ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1.